ഏറ്റവും അപകടകരവും വെല്ലുവിളി നിറഞ്ഞതുമായ ദൗത്യങ്ങൾ കൃത്യതയോടെയും വൈദഗ്ധ്യത്തോടെയും കൈകാര്യം ചെയ്യാൻ പരിശീലനം ലഭിച്ച എലൈറ്റ് സൈനിക ഗ്രൂപ്പുകളാണ് സ്പെഷ്യൽ ഫോഴ്സ് യൂണിറ്റുകൾ. ഉയർന്ന പരിശീലനം ലഭിച്ച ഈ സൈനികർ ഈ എലൈറ്റ് യൂണിറ്റുകളിൽ അംഗമാകാൻ കഠിനമായ പരിശീലനത്തിലൂടെയും തെരഞ്ഞെടുക്കൽ പ്രക്രിയയിലൂടെയും കടന്നുപോകുന്നു. തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ മുതൽ രഹസ്യ പരിവേഷ്ട ദൗത്യങ്ങൾ വരെ എല്ലാ ദൗത്യങ്ങളിലും പ്രവർത്തിക്കുന്ന ഈ എലൈറ്റ് സൈനിക ഗ്രൂപ്പുകൾ ഏത് ഭീഷണിയെയും വേഗത്തിലും കൃത്യതയിലും പ്രതികരിക്കാൻ തയ്യാറായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ലോകത്തിലെ ഏറ്റവും അപകടകരമായ 10 സ്പെഷ്യൽ ഫോഴ്സ് യൂണിറ്റുകളെ പറ്റിയൊന്ന് നമുക്ക് നോക്കാൻ ശ്രമിക്കാം. ഈ യൂണിറ്റുകൾ അവരുടെ സമാനതകളില്ലാത്ത കഴിവുകൾ, വിപുലമായ ആയുധങ്ങൾ, അവരുടെ ദൗത്യങ്ങളോടുള്ള ശക്തമായ പ്രതിബദ്ധത എന്നിവയ്ക്ക് പേരുകേട്ടതാണ്. ഒന്നാമതായി മാർക്കോസ് കമാൻഡോകൾ. ഇന്ത്യൻ നാവികസേനയുടെ പ്രത്യേക സേനാ വിഭാഗമാണ് ഇന്ത്യൻ മറൈൻ കമാൻഡോകൾ അഥവാ മാർക്കോസ് കമാൻഡോകൾ. ഇവർ ആംഫീബിയസ് വാർഫെയറിൽ വൈദഗ്ധ്യം നേടിയിട്ടുള്ളതിനാൽ ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിലും പരിസരങ്ങളിലും ഇവർ പ്രവർത്തനങ്ങൾ നടത്തിപ്പോരുന്നു. വെള്ളത്തിനടിയിലുള്ള പ്രവർത്തനങ്ങൾ, പൈറസി വിരുദ്ധ ദൗത്യങ്ങൾ, അർബൻ വാർഫെയർ, ക്ലോസ് കോമ്പാറ്റ് എന്നിവയിൽ മാർക്കോസ് ഉയർന്ന പരിശീലനം നേടിയവരാണ് എന്നതും ഈ സേനയെ ശ്രദ്ധേയമാക്കി മാറ്റുന്നു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച എലൈറ്റ് ഫോഴ്സായ മാർക്കോസ് കമാൻഡോകൾ 1987 സ്ഥാപിതമായതും ആഗോളതലത്തിൽ ഏറ്റവും മാരകമായ പ്രത്യേക സേനകളിലൊന്നായും കണക്കാക്കപ്പെടുന്നു. ബ്രിട്ടീഷ് SAS, US നേവി സീൽസ് എന്നിവയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഹാലോ, ഹാഹോ തുടങ്ങിയ സാങ്കേതിക വിദ്യകളിൽ ഇവർ പ്രത്യേക പരിശീലനം നേടുന്നു. കൂടാതെ ലഭ്യമായ ഏറ്റവും മികച്ച ആയുധങ്ങളാൽ സജ്ജീകരിച്ചിരിക്കുന്ന മാർക്കോസ് കമാൻഡോകൾ നിലവിൽ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ സ്പെഷ്യൽ ഫോഴ്സായി മാറുന്നു. സെലക്ഷൻ പ്രക്രിയയിലെ റിജക്ഷൻ റേറ്റ് 98% വരെ ഉയർന്നതിനാൽ ഇന്ത്യയിൽ നിലവിൽ 2000 മറൈൻ കമാൻഡോകൾ മാത്രമാണ് സേവനത്തിലുള്ളത്. തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പേരുകേട്ട രാജ്യമായ പാകിസ്ഥാനും ഇന്ത്യയുടെ ശത്രു രാജ്യമായ ചൈനയും ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഇന്ത്യയുടെ തുറുപ്പുചീട്ടും മാർക്കോസ് തന്നെയാണ്. കാർഗിൽ യുദ്ധം, മുംബൈ ഭീകരാക്രമണം, ഓപ്പറേഷൻ കാക്ടസ്, ഓപ്പറേഷൻ ലീച്ച് തുടങ്ങിയ നിരവധി വലിയ ദൗത്യങ്ങളുടെ ഭാഗമായി കഴിവ് തെളിയിച്ച പ്രത്യേക സേനയാണ് ഇന്ത്യയുടെ മാർക്കോസ് കമാൻഡോകൾ. രണ്ടാമതായി അമേരിക്കൻ സീൽ കമാൻഡോകൾ. 1962 സ്ഥാപിതമായ നേവി സീലുകൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സ്പെഷ്യൽ ഓപ്പറേഷൻ കമാൻഡിന്റെ ഭാഗമാണ്. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് അവർ ആദ്യം രൂപീകരിച്ചെങ്കിലും വിയറ്റ്നാം യുദ്ധ സമയത്ത് മാത്രമാണ് ഈ സേന വലിയ തോതിൽ അറിയപ്പെടാൻ ആരംഭിച്ചത്. കടലിലും വായുവിലും കരയിലുമുള്ള പ്രവർത്തനങ്ങളിൽ ഇവർ വൈദഗ്ധ്യമുള്ളവരായതിനാൽ അവരുടെ കഴിവുകൾക്ക് ശക്തമായ പ്രശസ്തി നേടുന്നു. കോമ്പാറ്റ് ഡൈവിംഗ്, പാരാച്യൂട്ടിംഗ്, ക്ലോസ് ക്വാർട്ടേഴ്സ് കോമ്പാറ്റ് എന്നിവയിലെ വൈദഗ്ധ്യത്തിനും സീലുകൾ അറിയപ്പെടുന്നു. വിയറ്റ്നാം യുദ്ധം, ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ സ്പിയർ തുടങ്ങിയ നിരവധി വലിയ പോരാട്ടങ്ങളുടെ ഭാഗമായും സീൽ കമാൻഡോകൾ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ഇതുകൂടാതെ മറ്റേതൊരു സ്പെഷ്യൽ ഫോഴ്സിനേക്കാളും മറ്റ് രാജ്യങ്ങൾ തങ്ങളുടെ യൂണിറ്റുകൾക്കായുള്ള പരിശീലനത്തിന് മേൽനോട്ടം വഹിക്കാൻ ഏറ്റവും അധികം വാടകയ്ക്കെടുക്കുന്ന കൺസൾട്ടന്റുമാരും സീൽ കമാൻഡോകൾ തന്നെയാണ്. മൂന്നാമതായി റഷ്യൻ ആൽഫ ഗ്രൂപ്പ്. 1974 സോവിയറ്റ് KGB സ്ഥാപിച്ച ആൽഫ ഗ്രൂപ്പ് ഫെഡറൽ സെക്യൂരിറ്റി സർവീസിന് കീഴിലാണ് പ്രവർത്തിച്ചു പോരുന്നത്. ഇത് ആക്രമണപരമായ കഴിവുകൾക്കും തീവ്രവാദ വിരുദ്ധതയിലും റഷ്യയുടെ നേതാക്കളെ സംരക്ഷിക്കുന്നതിലും പ്രസിദ്ധമാണ്. സ്പെറ്റ്സ്നാസ് എന്ന പ്രത്യേക പേരിലും അറിയപ്പെടുന്ന ഒരു അപകടകാരിയായ ടീമായും ഇവർ അറിയപ്പെടുന്നു. റഷ്യൻ സായുധ സേനയുടെ വിവിധ പ്രത്യേക സേനാ യൂണിറ്റുകളെ വിവരിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് റഷ്യൻ സ്പെറ്റ്സ്നാസ് എന്നത്. നേരിട്ടുള്ള പ്രവർത്തനം, അട്ടിമറി, രഹസ്യാന്വേഷണം എന്നിവയുൾപ്പെടെ വിവിധ കഴിവുകളാൽ ഇവർ പരിശീലിപ്പിക്കപ്പെടുന്നു. സോവിയറ്റ് അഫ്ഗാൻ യുദ്ധവും ഉക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധവും ഉൾപ്പെടെ വിവിധ സംഘടനകളിൽ സ്പെറ്റ്സ്നാസ് യൂണിറ്റുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്ക് റഷ്യ ഭയാനകമായ സ്ഥലമാണെന്ന് ആളുകൾ പറയുന്നുവെങ്കിലും US-നേക്കാളും നന്നായി അവർ തങ്ങളുടെ സൈനികരെ പരിപാലിക്കുന്നു എന്നതാണ് സത്യം. മോസ്കോ തിയേറ്റർ ഹോസ്റ്റേജ് പ്രതിസന്ധി, ബെസ്ലാൻ സ്കൂൾ ഹോസ്റ്റേജ് പ്രതിസന്ധി, ഓപ്പറേഷൻ സ്റ്റോം 333 തുടങ്ങിയ നിരവധി വലിയ ദൗത്യങ്ങളുടെ ഭാഗമായി മികച്ച പ്രകടനം റഷ്യൻ ആൽഫ ഗ്രൂപ്പ് പ്രകടിപ്പിച്ചിരുന്നു. നാലാമതായി ഇറ്റലിയിലെ ഗ്രൂപ്പോ ഡി ഇന്റർവെന്റോ സ്പെഷ്യാലെ അഥവാ GIS. ഇറ്റലിയുടെ GIS 1978 സ്ഥാപിതമായി 2004 ഒരു പ്രത്യേക സേനാ യൂണിറ്റായി രൂപാന്തരപ്പെട്ടു. കാരബിനിയേരിയുടെ ഭാഗമായി ഇത് പോലീസ് തന്ത്രങ്ങളും പ്രത്യേക പ്രവർത്തനങ്ങളും നിയന്ത്രിച്ചു പോരുന്നു. കൂടാതെ ഇവ പ്രത്യേക സേനാ പ്രവർത്തനങ്ങൾക്കായുള്ള അന്താരാഷ്ട്ര കമാൻഡിന്റെ ഒരു ഭാഗവുമാണ്. ഈ യൂണിറ്റ് തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിലും VIP, എക്സിക്യൂട്ടീവ്, ഡിഗ്നിറ്ററി പ്രൊട്ടക്ഷൻ, സെക്യൂരിറ്റി എന്നിവയിലും പങ്കെടുത്തിട്ടുണ്ട്. ഇതിന്റെ തുടക്കം മുതൽ GIS ഇറ്റലിയിലുടനീളം കാര്യക്ഷമതയ്ക്കും മികച്ച തയ്യാറെടുപ്പിനും വേറിട്ട് നിൽക്കുന്നു. തീവ്രവാദത്തിനെതിരായി ഉയർന്ന അപകട സാധ്യതയുള്ള പ്രത്യേക പ്രവർത്തനങ്ങളിൽ ഈ ഗ്രൂപ്പ് പ്രവർത്തിച്ചു പോരുന്നു. ബന്ദികളെ രക്ഷിക്കുന്നതിലും അവരുടെ ശാരീരിക സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്നതിലും ഭീകരർ കൈവശം വെച്ചിരിക്കുന്ന സുപ്രധാന ലക്ഷ്യങ്ങളും സൗകര്യങ്ങളും തിരിച്ചുപിടിക്കുന്നതിലും ഹൈജാക്കിങ്ങിനെതിരെയുള്ള ദൃഢമായ ഇടപെടലിലും NBCR അപകടങ്ങൾ ഉൾക്കൊള്ളുന്ന പരിസ്ഥിതിയിൽ ഇടപെടുന്നതിലും GIS വൈദഗ്ധ്യം നേടിയിട്ടുണ്ട്. കൂടാതെ അഫ്ഗാനിസ്ഥാൻ, ബാൽക്കൺ, ഇറാഖ്, ഹോൺ ഓഫ് ആഫ്രിക്ക എന്നിവയുൾപ്പെടെ നിരവധി യുദ്ധ തിയേറ്ററുകളിലും അതുപോലെ തന്നെ ഇറ്റാലിയൻ നയതന്ത്ര ഓഫീസുകളുള്ള എല്ലാ രാജ്യങ്ങളിലും ഇവ പ്രവർത്തിക്കുകയും യുദ്ധദൗത്യങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അഞ്ചാമതായി ഇസ്രായേലിന്റെ സൈറത്ത് മത്കൽ. ഖിബ്യ കൂട്ടക്കൊലയ്ക്ക് ശേഷമാണ് ഇസ്രായേലിന്റെ സൈറത്ത് മത്കൽ സൃഷ്ടിക്കപ്പെട്ടത്. വിവരങ്ങൾ കണ്ടെത്തുക, ബന്ദികളെ രക്ഷിക്കുക, തീവ്രവാദം തടയുക തുടങ്ങിയ ദൗത്യങ്ങൾ ചെയ്യുന്നതിൽ ഏറ്റവും മിടുക്കരായി ഇവരെ കണക്കാക്കപ്പെടുന്നു.
ആദ്യം ഇവർ പ്രധാനമായും ഇസ്രായേലിലെ ആളുകളെ രക്ഷിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് എങ്കിലും പിന്നീട് 1974 യമാം ഗ്രൂപ്പ് നിർമ്മിക്കപ്പെട്ടതോടെ മറ്റു തരത്തിലുള്ള ദൗത്യങ്ങളിൽ ഇവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആരംഭിച്ചു. തന്ത്രപരമായ രഹസ്യാന്വേഷണം നേടുന്നതിനായി ശത്രുക്കളുടെ പിന്നിൽ ആഴത്തിലുള്ള നിരീക്ഷണം നടത്തുന്ന ഒരു ഫീൽഡ് ഇന്റലിജൻസ് ശേഖരണ യൂണിറ്റ് കൂടിയാണ് സൈറത്ത് മത്കൽ. ബ്ലാക്ക് ഓപ്പറേഷനുകൾ, കോമ്പാറ്റ് സെർച്ച് ആൻഡ് റെസ്ക്യൂ ദൗത്യങ്ങൾ, തീവ്രവാദ വിരുദ്ധത, ബന്ദി രക്ഷാപ്രവർത്തനം, ദീർഘദൂര നുഴഞ്ഞുകയറ്റം, ഇസ്രായേലിന്റെ അതിർത്തിക്കപ്പുറത്തുള്ള പ്രത്യേക നിരീക്ഷണം എന്നിവയുൾപ്പെടെ വിവിധതരം രഹസ്യ പ്രത്യേക ഓപ്പറേഷനുകൾക്ക് സൈറത്ത് മത്കലിനെ ചുമതലപ്പെടുത്തുന്നു. യോം കിപ്പൂർ യുദ്ധം തുടങ്ങിയ നിരവധി പോരാട്ടങ്ങളുടെ ഭാഗമായിരുന്ന സൈറത്ത് മത്കലിന്റെ ഒരു പ്രധാന ദൗത്യം ഓപ്പറേഷൻ തണ്ടർബോൾട്ട് ആയിരുന്നു. ഈ ഓപ്പറേഷനിൽ അവർ ഉഗാണ്ടയിൽ നിന്നും 100-ലധികം ബന്ദികളെ രക്ഷിച്ചതോടെ സൈറത്ത് മത്കൽ ഒരു പ്രശസ്തമായ യൂണിറ്റായി മാറി. ആറാമതായി ബ്രിട്ടീഷ് സ്പെഷ്യൽ എയർ സർവീസ്. ബ്രിട്ടീഷ് സ്പെഷ്യൽ എയർ സർവീസ് അഥവാ SAS എന്നത് ബ്രിട്ടീഷ് ആർമിയുടെ ഒരു പ്രത്യേക സേനാ വിഭാഗമാണ്. തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ, ബന്ദികളെ രക്ഷിക്കൽ, രഹസ്യ നിരീക്ഷണ ദൗത്യങ്ങൾ എന്നിവയിൽ വൈദഗ്ധ്യം നേടിയതിന് ഇവർ അറിയപ്പെടുന്നു. 1941 സ്ഥാപിതമായ SAS ഗൾഫ് യുദ്ധം, ഫോക്ലാൻഡ് യുദ്ധം, അഫ്ഗാനിസ്ഥാനിലെ യുദ്ധം എന്നിവയുൾപ്പെടെ ലോകമെമ്പാടുമുള്ള നിരവധി സംഘടനകളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ലോകത്തിലെ മിക്കവാറും എല്ലാ സ്പെഷ്യൽ ഫോഴ്സുകളുടെയും സൈനിക മാതൃക ബ്രിട്ടീഷ് SAS-നെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. 1941 രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ആഫ്രിക്കൻ മരുഭൂമിയിൽ സ്പെഷ്യൽ എയർ സർവീസ് ഉണ്ടാകുകയും അതിനുശേഷം നിരവധി പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. SAS വർഷങ്ങളായി നിരവധി ഓപ്പറേഷനുകൾ നടത്തിയിട്ടുണ്ട് എങ്കിലും മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയത് തീവ്രവാദ വിരുദ്ധ ആക്രമണങ്ങൾ മുതൽ വടക്കൻ അയർലാൻഡിലെ രഹസ്യ പ്രവർത്തനങ്ങൾ വരെയുള്ള ദൗത്യങ്ങളായിരുന്നു. സ്പെഷ്യൽ എയർ സർവീസിന് ശരാശരി UK സൈന്യത്തെക്കാൾ വിശാലമായ ആയുധങ്ങളിലേക്ക് പ്രവേശനമുണ്ട് എന്നതിനാൽ ഇവ അതീവ അപകടകാരിയായി മാറുന്നു. ഏഴാമതായി പോളിഷ് GROM. 1990 സ്ഥാപിതമായ GROM ഗ്രൂപ്പ് ഫോർ ഓപ്പറേഷണൽ മാനുവറിംഗ് റെസ്പോൺസിനെ സൂചിപ്പിക്കുന്നു. പ്രവാസത്തിലിരുന്ന മുൻ പോളിഷ് പാരാട്രൂപ്പർമാരാണ് ഇത് ആരംഭിച്ചത് എന്നത് കൂടാതെ ഇവർ ലോകമെമ്പാടും പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. 1994 ഹെയ്തിയിലെ ഓപ്പറേഷൻ റീസ്റ്റോർ ഡെമോക്രസിയുടെ ഭാഗത്താണ് GROM-നെ പറ്റി പൊതുജനങ്ങൾ അറിയാൻ തുടങ്ങിയത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിലും ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും പോരാടുന്നത് പോലെ ലോകമെമ്പാടുമുള്ള നിരവധി ദൗത്യങ്ങളുടെ ഭാഗമാണ് GROM കമാൻഡോകൾ. 1990 സോവിയറ്റ് ജൂതന്മാരെ ഇസ്രായേലിലേക്ക് പ്രവേശിക്കാൻ സഹായിക്കുന്നതിനുള്ള ദൗത്യമായ ഓപ്പറേഷൻ ബ്രിഡ്ജിന് ശേഷം GROM യൂണിറ്റ് സംഘടിപ്പിച്ചു. ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രവർത്തന മേഖലയിൽ കാര്യമായ ഹിസ്ബുള്ള ഭീഷണി സൂചിപ്പിച്ചതിനാൽ ഈ എലൈറ്റ് ഭീകരവിരുദ്ധ സേനയ്ക്ക് അംഗീകാരം ലഭിക്കുകയായിരുന്നു. GROM ബന്ദികളെ വീണ്ടെടുക്കൽ ഉൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തനങ്ങളും കലാപവിരുദ്ധ ദൗത്യങ്ങളും നിർവഹിക്കുന്നു. ഇവർക്ക് വിപുലമായ ആയുധങ്ങളും മെഡിക്കൽ വൈദഗ്ധ്യവുമുണ്ട് എന്നതുകൂടാതെ പാരാച്യൂട്ടിംഗ്, ആംഫിബിയസ് ഇൻസർഷൻ, ഡൈവിംഗ്, വാഹന കൈകാര്യം ചെയ്യൽ എന്നിവയുൾപ്പെടെ വിവിധ സൈനിക വിഭാഗങ്ങളിൽ വൈദഗ്ധ്യം നേടിയിട്ടുണ്ട്. എട്ടാമതായി സ്പെയിനിലെ സ്പെഷ്യൽ നേവൽ വാർഫെയർ ഫോഴ്സ്. സ്പെയിനിന്റെ സ്പെഷ്യൽ നേവൽ വാർഫെയർ ഫോഴ്സ് 2009 സൃഷ്ടിക്കപ്പെടുകയും സ്പാനിഷ് നേവിയിൽ നിന്നുള്ള വ്യത്യസ്ത ഗ്രൂപ്പുകളെ ഒരുമിച്ച് കൊണ്ടുവരികയും ചെയ്യുന്നു. സ്പെഷ്യൽ എക്സ്പ്ലോസീവ് ഡിഫ്യൂസേഴ്സ് യൂണിറ്റ്, സ്പെഷ്യൽ കോമ്പാറ്റ് ഡൈവേഴ്സ് യൂണിറ്റ്, സ്പെഷ്യൽ ഓപ്പറേഷൻസ് യൂണിറ്റ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. യുദ്ധസമയത്ത് ആളുകളെ രക്ഷിക്കുക, യുദ്ധ ആവശ്യങ്ങൾക്കായി ഡൈവിംഗ് നടത്തുക, വായുവിലൂടെയോ വെള്ളത്തിലൂടെയോ പ്രദേശങ്ങളിൽ പ്രവേശിക്കുക, കടലിലെ തീവ്രവാദത്തിനെതിരെ പോരാടുക തുടങ്ങിയ ജോലികൾ മികച്ച രീതിയിൽ ഈ യൂണിറ്റ് ചെയ്തു പോരുന്നു. സൊമാലിയയിലെ ഓപ്പറേഷൻ അറ്റ്ലാന്റ, ലെബനനിലെ യൂണിഫിൽ, ഹെയ്തിയിലെ ഹിസ്പാനിയോള എന്നിങ്ങനെ ലോകമെമ്പാടുമുള്ള നിരവധി ദൗത്യങ്ങളിലും സ്പെഷ്യൽ നേവൽ വാർഫെയർ ഫോഴ്സ് പങ്കെടുത്തിരുന്നു. 2009 സ്പാനിഷ് മത്സ്യബന്ധന ബോട്ടായ അലക്രാനെ തട്ടിക്കൊണ്ടുപോയപ്പോഴും ഈ യൂണിറ്റ് സഹായിച്ചിരുന്നു. ഒൻപതാമതായി അമേരിക്കൻ ഡെൽറ്റ ഫോഴ്സ്. ഡെൽറ്റ ഫോഴ്സ് എന്നത് അമേരിക്കൻ ആർമിയുടെ എലൈറ്റ് തീവ്രവാദ വിരുദ്ധ യൂണിറ്റായി അറിയപ്പെടുന്നു. ആർമി റേഞ്ചേഴ്സും ഗ്രീൻ ബെററ്റുകളും അതിന്റെ നമ്പറുകളിൽ ഉൾപ്പെടുന്നു എങ്കിലും ഇതിന് നേവി, എയർഫോഴ്സ് എന്നിവയിൽ നിന്നുള്ള ഓപ്പറേറ്റർമാരുമുണ്ട്. ഡെൽറ്റ ഫോഴ്സിന്റെ ചരിത്രത്തിലുടനീളം ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങൾ പിടിച്ചെടുക്കാനും തീവ്രവാദ സെല്ലുകൾ തകർക്കാനും ഏത് പ്രവർത്തന മേഖലയിലും രഹസ്യ ദൗത്യങ്ങൾ നടത്താനുമുള്ള മികച്ച കഴിവിവർ നിലനിർത്തിയിട്ടുണ്ട്. അതോടൊപ്പം റെയ്ഡുകൾ, അട്ടിമറികൾ മുതലായ നേരിട്ടുള്ള പ്രവർത്തനങ്ങൾ, ബന്ദികളുടെ രക്ഷാപ്രവർത്തനം, പ്രത്യേക രഹസ്യാന്വേഷണം എന്നിങ്ങനെ വൈവിധ്യമാർന്ന ദൗത്യങ്ങളിലും ഇവരെ ഉപയോഗിച്ചു പോരുന്നു. ഡെൽറ്റ ഫോഴ്സ് നിർവഹിച്ച മിക്ക ദൗത്യങ്ങളും ക്ലാസിഫൈഡായി തുടരുന്നു. കാരണം ഈ യൂണിറ്റിനെ അംഗീകരിക്കുന്ന ഒരു ഔദ്യോഗിക രേഖ കണ്ടെത്തുന്നത് അപൂർവമാണ്. എന്നാൽ ഇതിന്റെ ഏറ്റവും ശ്രദ്ധേയമായ നേട്ടങ്ങളിലൊന്നായി സദ്ദാം ഹുസൈനെ പിടികൂടി ഓപ്പറേഷൻ റെഡ് ഡോൺ അറിയപ്പെടുന്നു. പത്താമതായി ചൈനയുടെ സ്നോ ലെപ്പാർഡ് കമാൻഡോ യൂണിറ്റ്. 2008 സമ്മർ ഒളിമ്പിക്സിനായി ചൈനയുടെ സ്നോ ലെപ്പാർഡ് കമാൻഡോ യൂണിറ്റ് ആദ്യമായി സ്ഥാപിച്ചു. തീവ്രവാദം, കലാപ നിയന്ത്രണം, ഹൈജാക്കിംഗ്, ബോംബ് നിർവീര്യമാക്കൽ സാഹചര്യങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യാൻ ഇവർ പരിശീലിപ്പിക്കപ്പെട്ടിരിക്കുന്നു. സമാധാനം, സ്ഥിരത, കൃത്യമായ പ്രവർത്തനങ്ങൾ എന്നിവ ലക്ഷ്യമാക്കി ഇവർ റഷ്യൻ സേനയുമായി അടുത്ത് പ്രവർത്തിക്കുന്നു. ഇവർ 2008 സമ്മർ ഒളിമ്പിക്സിന്റെ സുരക്ഷ ക്രമീകരിക്കുകയും സിൻജിയാങ് പ്രവിശ്യയിൽ തീവ്രവാദികളോട് പോരാടുകയും അഫ്ഗാനിസ്ഥാനിലെയും ഇറാഖിലെയും നയതന്ത്രജ്ഞന്മാരെ സംരക്ഷിക്കുകയും ചെയ്തിരുന്നു. മുൻപ് സ്നോ വുൾഫ് കമാൻഡോ യൂണിറ്റ് എന്നറിയപ്പെട്ടിരുന്ന ഇവർ ആർട്ടിക് ചെന്നായക്കളുടെ സ്ഥിരതയും കഠിനമായ സാഹചര്യങ്ങളിൽ അതിജീവിക്കാനുള്ള അവയുടെ കഴിവിനും പേരുകെട്ടിരുന്നു.
അവരുടെ മാർക്സ്മാൻഷിപ്പിന്റെ വേഗതയിലും കൃത്യതയിലും അവരുടെ ശക്തിയിലും സ്റ്റാമിനയിലും അവരുടെ ആത്മത്യാഗ മനോഭാവത്തിലും ഈ യൂണിറ്റ് അഭിമാനിച്ചു പോരുന്നു.